ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂഡ്. അപ്പോൾ ഇത് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം മൈൻക്രാഫ്റ്റിലെ ഒരു പുതിയ സെർവറാണ്. യെസ്, ഇഹലോകം എന്ന് പറയുന്ന സെർവറാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മൾ ലോണും മാസയൊക്കെ ആയിട്ട് കളിക്കുന്ന സെർവർ എവിടെയെന്ന്. അത് വരും ഗൈസ് സോൺ. യാ, അപ്പോൾ ഇന്ന് ഇത് ഇഹലോകം ഒരു പബ്ലിക് സെർവർ ആണെന്ന് ചോദിച്ചാൽ പബ്ലിക് സെർവറും അല്ല. യാ, ആൾക്കാർക്ക് ജോയിൻ ഒക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ ചോദിച്ചാൽ നമ്മൾ സെറ്റാക്കാം. യാ, വേണമെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാ, നിങ്ങളെല്ലാം അടിച്ചു പൊളിക്കാം. ഓൾ ചെയ്യുന്നതിന് ഇവിടെ കളിക്കാം. നമ്മുടെ ലോൺ ഉണ്ട്, മാസി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യാ, അപ്പം നമ്മൾ ഇതിന് മുന്നേ കുറച്ചൊന്നും സെറ്റായിട്ടുണ്ട്. അമ്മ രണ്ടാളും ഡയമണ്ട് ആർമറൊക്കെ ആയി. ഇവിടെ എന്താണ്ടൊക്കെ സെറ്റ്. ഓ ഓ ഓ മാസി ഇതേ ശവപ്പറമ്പ് പോലെ മാസിനെ കുറിച്ചിട്ട് ലോളെ പൊളിയല്ലേ. അപ്പൊ ആൾക്കാര് കൊന്ന സീനാണ് ഞാൻ. പക്ഷെ എനിക്ക് SMB ആണ് ഗൈസ്. PvPക്ക് പറ്റിയ അനാർക്കിസ്റ്റർ വർക്കിൽ ഇത്. ഓൾസോ ദാ ഈ നിൽക്കുന്ന സിൽഡർസ് മച്ചാനാണ് ഓണർ. എന്റെ വെള്ളം തുടക്കം തന്നെ ഒരു ശവപ്പാർപ്പുണ്ടാക്കി. ഞാൻ നമ്മള് ഗ്രേവിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കേടാ. നിക്കേ, നീയാണ് വെള്ളം ഒഴിച്ചോട്ടെ. ഇങ്ങനെയും കൊണ്ടല്ലായിരുന്നു ഈ സാധനം ഉണ്ടാക്കണേ. യാ, അവിടെ അല്ലല്ലോ വെക്കണ്ടേ. നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് നോക്കാം. നമ്മളെല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. RIP മാസി. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ആരാ അവിടെ? ഓ, ഞാൻ തന്നെയാ. കിട്ടില്ല. അപ്പൊ മാസി. അയ്യോ, ഇപ്പൊ ഞാനും ചവേ ഇടൂ ഇടൂ ഇടൂ. അയ്യോ, ക്രീപ്പർ വീടിനകത്തോട്ട് കൊണ്ട് അല്ലേ എല്ലാം മാസിക്ക് വേണ്ടി. മാസിക്ക് വേണ്ടി ഓട്ടോ ഫ്ലഷ് ഒക്കെ ഇട്ടു. അവിടെ പൊട്ടിത്തെറി. ഇവിടെ നമ്മളെ ലോൺ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് അഡ്മിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. കമന്റ് ചെയ്യുന്ന ആവശ്യമില്ല, ഞാൻ ഡിസ്കോഡിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലിങ്ക്. യാ, അതിന്റെ ഞാൻ വിട്ടിരിക്കായിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ പറയാറില്ല. ഞാൻ അടിക്കുന്ന ഒരു അടിയും കൊള്ളുന്നില്ല ഇതിന്റെ. അപ്പൊ ശിവമാരൊക്കെ അത്യാവശ്യം പ്രോയാണ്. നമ്മളും മാത്രം ഇത്ര ഊബായിട്ടുള്ളൂ. കാരണം ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തുള്ളൂ. എവിടെയാ നൂബിനൊന്ന് കണ്ടോട്ടെ. മാസിട്ടിട്ട് ശവപ്പറമ്പിലോട്ട് പോകുന്ന സോംബിയും ഞാൻ തട്ടി മാസിക്ക് വേണ്ടി ഒരു നിമിഷം. ഈ സോബിയെ കൊണ്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഷീൽഡൊക്കെ ഉണ്ടെന്നുള്ള ശരിയാ, പക്ഷെ അടിക്കാൻ പാടാ. ഞാൻ 2.5 ഹാർട്ട്. ഓക്കെ, സോ ഹലോകം SMB എന്നാണ് SMBയുടെ പേര്. ഇതിനകത്ത് ഇപ്പോ ഞാനും ഡോഡും സിൽവർസും മാസേ ഉള്ളൂ. നമ്മൾ 4 പേരും ടീമാണ്. ഒരു ടീമിൽ 4 പേർക്കേ പറ്റത്തുള്ളൂ. അതും ഒരു റൂളാണ്. അന്തസ്സായിട്ട് നമ്മൾ ഡോഡിനെയും അതെ, എല്ലാരും ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥിക്കൂ. നീന്തി പോതടാ. എവിടെന്ന് വെച്ചാ നീ മണ്ണിനടിയിലല്ലേ. എന്റെ വെള്ളം അവൻ ഇത് ഒരാളെ മൂടാൻ പോലും അവൻ അറിഞ്ഞൂടെ. നീ എന്തായാലും കുറിച്ച് മേളിൽ കയറുമല്ലോ, പിന്നെ അത്ര പണിയെടുക്കേണ്ട ആവശ്യമില്ല. ശരി, മാസി വരുമ്പോഴാണ് മാസി അറിയാൻ പോകുന്നത്.
അതെ വീണ്ടും ഒരു വീട്. ഓ അപ്പൊ നമുക്കാണെങ്കിൽ ഇന്ന് കുറച്ച് ആർമർ സെറ്റ് ആക്കണം. എനിക്ക് ഞാൻ തുമ്മി ഒരു അവസ്ഥയായി. ചെറിയ ജലദോഷത്തിന്റെ കോളൊക്കെ ഉണ്ട്. നമ്മളുടെ അടിയിലില്ല. അടിയിലില്ല. എന്ത് ഓക്കെ എന്നതാ ട്രയൽ ചേമ്പർ അല്ല ആണോ? ട്രയൽ ചേമ്പർ. അപ്പൊ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്. കുറച്ച് കോള് വരുമോ ലോണേ? ലെവനെ ചെവിയും കേൾക്കൂല. എടേ എന്തിനാണ് ഇങ്ങനെയൊക്കെ? നമ്മൾ ഇങ്ങനെ നേരെ ഒന്ന് അടിച്ചു കൊല്ലണം. അണ്ണാ അത്രേ ഉള്ളു. ഒരു ബോയ് എനിക്ക് എന്റെ എക്സ്പി കിട്ടണം. മര്യാദക്ക് കഷ്ടപ്പെട്ട് എക്സ്പി ഉണ്ടാക്കിയത് ഞാൻ. നിങ്ങളുടെ പുതിയ അമ്പുകട തുടങ്ങിയോ? താങ്ക് യു. എടാ എന്റെ അമ്പ് മൊത്തം നിന്റെ കയ്യിലാണോ? ട്രയൽ ചേമ്പർ കിട്ടി എന്നാണ് തോന്നുന്നത്. അതെനിക്ക് സ്കെൽട്ടൻ ആരാന്നാ അവന്റെ വിചാരം? സ്കെൽട്ടറാണെന്ന് വിചാരം. അതുകൊണ്ടാണല്ലോ അമ്പം പിടിച്ചു വരുന്നത്. ഏടാ അപ്പൊ ഇന്ന് ട്രയൽ ചേമ്പർ ആണ്. എനിക്കൊരു ആർമർ വേണം. അല്ലേ നീ ഇപ്പൊ തീരും. അയ്യോ അയ്യോ അടിച്ചു കൊല്ലാൻ നോക്കിയത് ഇപ്പൊ ചെത്തനെ. ഗായ്സ് ഇത് ശരിയല്ല. അവരെന്നെ കൊല്ലും. അവനെന്നെ കൊല്ലുന്നു. ഞാൻ വെള്ളത്തിൽ ചാടി. ഓക്കേടാ അപ്പൊ ഇന്ന് ട്രയൽ റൈഡ്. ശരി എന്നാ. ഞാനില്ല കേട്ടോ, ഞാൻ ചാവും. ഒരു ആർമർ പോലും ഇല്ലാത്ത ഞാൻ പോയി അല്ല ആർമർ ഒപ്പിക്കാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇതൊരു കേവ് ഉണ്ട്. കേവ് വഴി ഇറങ്ങി വല്ല അയണും നമുക്ക് നോക്കണം. അതിന് ഫുള്ള് ഇരുട്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഇരുട്ടുണ്ടാവും. ഞാനാണേലും ബ്രൈറ്റ്നസ് കൂട്ടിയിടുമ്പോ എനിക്ക് കുഴപ്പമില്ല. കോപ്പറോർ ഉണ്ടോ? ബോട്ടിൽ സിൽഡ്രസിന്റെ കയ്യിലെ ഒരു ഓമിനസ് ബോട്ടിലാണ് നമ്മൾ കാണുന്നത്. ഞാൻ കാണുന്നില്ല. എടാ നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ടേക്ക് പോവാടാ. വാ സെറ്റാക്കാം. നോക്കട്ടെ ഗൈസ്. എടാ അപ്പൊ ഇവിടെ കുറച്ച് അയൺ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ മാസി വന്നടാ. ആ പൈസ കൊണ്ട് മാസി സക്സസ്ഫുള്ളി വന്നിരിക്കുകയാണ്. എവിടെ ആയിരുന്നു? ഈ മാസിക്ക് പണ്ട് ചെവിയും കേക്കൂല. എവിടെ ഇവിടെ ഇഷ്ടം പോലെ ആണുണ്ടാ. കുറച്ച് കോപ്പറുണ്ട്, നമുക്ക് അതും എടുക്കാടാ. ഈ ആവശ്യം കുറച്ച് കോപ്പറും കൂടി എടുക്കാം. ഇനി ഇതൊക്കെ എടുത്തിട്ട് നീ സ്മെൽറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വെളിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് മൊത്തം 10 അയൺ കിട്ടിയിട്ടുണ്ട്. ഈ പൂച്ചക്കുട്ടി അപ്പം ഇനി ഇതൊക്കെ സ്മെൽറ്റ് ആക്കണം. അതും കൂടെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അയൺ മുഴുവൻ നമുക്ക് സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഓൾസോ എനിക്ക് നല്ല പിങ് ഉണ്ട് നെറ്റ്. അപ്പം നമുക്ക് ഈ അയണൊക്കെ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ പണിതിട്ട് സെറ്റാക്കാം. ആദ്യം കുറച്ച് ടൂൾസ് വേണം. കുറച്ച് ടൂൾസ് വേണം. നല്ല പിങ് ഉണ്ടോ? നല്ല പിങ്. എനിക്ക് തോന്നി നല്ല പിങ്ങെന്ന് വെച്ചാൽ നല്ല പിങ്ങുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റേഞ്ച് നോക്കിയതാണ്. 2 കട്ടേ ഉള്ളൂ. സിൽഡ്രസ് പോയി. ലോൺ മാത്രമേ ഉള്ളൂ. ലോണിനും എന്തോ പറ്റിയ പോലെ എനിക്ക് തോന്നുന്നു. ഒന്നും മിണ്ടണമൊന്നുമില്ല ചെക്കൻ. എന്തോ പറ്റിയേ. അത് എനിക്കറിയില്ല എന്താന്ന്. നോട്ടത്തിലൊന്നും അത്ര ശരിയല്ല. പിച്ചക്കാരനാണ്. എന്തെങ്കിലും കൊടുത്തേക്കാം അവന്. ഹലോ ലോണേ കേക്കാവോ? ഇല്ല. അപ്പൊ ചേട്ടാ നമ്മുടെ നെറ്റ് ഇഷ്യൂ ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇപ്പൊ പോയി നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം ഗൈസ്.
എടാ അയൺ ഫാമിന്റെ തറക്കല്ല് എടാ വില്ലേജിന്റെ യെസ് അടുത്തുനിന്ന് കുറച്ച് ദൂരെ നിന്നിട്ട് വേണം ഇവിടെ ഉണ്ടാക്കാൻ. യെസ് നമ്മുടെ സിൽഡർ കുറച്ച് സൈസ് മുമ്പ് ഇത്രയൊക്കെ വരെ സെറ്റാക്കി സിൽഡ്രസ് ഇവൻ ഒക്കെ ഭയങ്കര ഉണ്ടായിരുന്നു. കിടിലാക്കി. അതെ സിൽഡ്രസ് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അതെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫുൾ അയൺ ആക്സും ഒരു ഫുൾ ഹെൽത്തുള്ള അയൺ പിക്കാക്സും ഒരു പൊട്ടാറായ സ്റ്റോൺ ഷാവലുമാണ് ഉള്ളത്. ഇതെന്താണ് സൈൻ ബോർഡ്? അയൺ ഫാം. ശരി എന്നാ. യെസ്. അതൊന്നും ഞാനിവിടെ എഴുതി കാണിച്ചത് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. അവൻ്റെ ഇടയ്ക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നണേ. അതുകൊണ്ട് അവൻ ഡിസ്കോഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റ് ആവുന്നുണ്ട്. അറിയില്ല എന്താന്ന്. അവനല്ല എക്സിറ്റ് ആവണം, ഞാനാണ്. എൻ്റെ നെറ്റ് ഭയങ്കര കൂടുതലായോണ്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റ് ഹൈയില് ആവുന്നു. നിൽക്കാനിട്ട് അതെ. ഇവിടെ ആ ഇടക്കിടയ്ക്ക് കടക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഫാൻ്റെ ഒക്കെ സ്പോണായ അയൺ ഫാമിന്റെ ബില്ലൊക്കെ അങ്ങ് മേലിലാവും. അത് ശരി. വാ ഒന്നുകൂടെ കിടന്നിട്ട് അങ്ങ് പോവാ. അത് നമ്മുടെ ബേസിനെ നിങ്ങളൊന്ന് ഇവിടെ റേറ്റ് ചെയ്യും. ഹെൽപ്പ് നമ്മുടെ ചെയ്യണേ. ലോൺ ഉണ്ടാക്കിയ ബേസ് ആണ്. നിങ്ങളൊന്ന് റേറ്റ് ചെയ്യും. ഇതാണ് നല്ല സംഭവം. സെറ്റപ്പ് ബേസാണ്. ചെറിയ പരിപാടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും മെജോറിറ്റി സ്ട്രക്ചറും എല്ലാം നമ്മളിതാവാൻ തന്നെയാണ്. ഞാൻ ആകെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്ന ഡോർ മാറ്റി ഞാൻ ഈ സൈഡിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റോറേജ് പോലെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട് നമുക്ക്. ആര്? ഞാനോ? ഞാനൊരു ഡോർ പൊളിച്ച് നീ അപ്പുറത്തോട്ട് കുറെ വെച്ച്. വുഡൊക്കെ കൊണ്ടുതന്നു. വുഡ് അത് കൊണ്ടത്തന്നു. അത് വലിയ പണിതത് കാര്യമാണ്. ഞാനല്ലല്ലോ. ഞാനുണ്ട് ഈ ടെസ്റ്റ് വെച്ചിരുന്ന ഡോറെടുത്ത് ഇങ്ങോട്ടാക്കി. വലിയ കാര്യമാണ്. അല്ല അതാറിനെ കുഞ്ഞു കാര്യം, അത് ചെറിയ കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ ചെയ്തു, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അമ്പോ ഒരവസ്ഥയായി. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് അയൺ ഫാം എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് തീർക്കണം. എന്തോരം പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നോക്കാം. ഈ ഒറ്റ വീഡിയോയിൽ തന്നെ അത് തീർക്കുമോയെന്ന് എനിക്കറിയില്ല. സെറ്റാക്കാം, നോക്കട്ടെ. ഡേയ് ഇവിടെ ചെസ്റ്റ് ഒക്കെ ഗ്ലിച്ച് അടിച്ച് നിൽക്കുന്നു. ഡേയ് തുറന്നിട്ട് അടയണില്ല. നിനക്ക് പിങ്ങില്ലല്ലോ, എന്റെ സെയിം പിങ് ആണല്ലോ നിനക്ക്. അങ്ങനെ ഇത് എന്റെ വിങ് അല്ല, ഇത് സെർവർ പിങ്ങാ. അപ്പൊ പറയാ പറഞ്ഞത്, അയൺ ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മള് വില്ലേജിലും വീട്ടിലുമായിട്ടുള്ള എല്ലാ ബെഡും പൊട്ടിക്കണം. നല്ല പണി കിട്ടും. ഓ അങ്ങനെ. എടാ എന്നാ പിന്നെ ഇവിടുന്ന് കുറച്ച് മാറ്റി അങ്ങ് ഉണ്ടാക്കിയോ പോരെ? പറ്റില്ല. ഒരു സ്റ്റോൺ ഷോപ്പിലാണ്, അതൊക്കെ ട്രൈ ചെയ്യാം. സെറ്റ് ആതാക്കി. ഇതിനകത്ത് എവിടൊക്കെ ബെഡുണ്ട്, എവിടൊക്കെ ബെഡില്ലാതിരിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ സെറ്റാക്കി തരാം. ചിൽഡ്രൻസ് ഇവിടുത്തെ ബെഡ് മൊത്തം കൊണ്ടുപോയതാ തോന്നുന്നത്. ആണോ? അപ്പോൾ നമുക്ക് എല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വരാം. ഇഷ്ടം. അപ്പോൾ ചാനലിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചുമ്മാ ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് ഈ സംഭവം തുടങ്ങിയത്. അപ്പോൾ അയൺ ഫാമിൽ നിന്ന് ഉണ്ടാക്കണമെന്നാണ് ഓർത്തത്. ബട്ട് ഇന്നിപ്പോൾ ഓൾറെഡി എപ്പിസോഡ് അത്യാവശ്യം ലെന്ത് ആയതുകൊണ്ട് തന്നെ അയൺ ഫാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് സെറ്റാക്കാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾ ലൈക്ക് അടിക്കാതാണ് ലൈക്ക് ചെയ്യുക. ടാർഗറ്റ് മറക്കണ്ട, 10 ലൈക്കാണ്. ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.